അംഗനവാടിക്ക് പോവാണ്. ഇന്ന് അംഗനവാടി പോകണ്ട, ഇന്ന് കല്യാണത്തിന് പോണം. അമ്മയെ കൂട്ടിയാണ്ട് ഞാൻ അംഗനവാടിക്ക് പോകും. ഇന്നൊരു ദിവസം പോയിട്ടില്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ കല്യാണത്തിന് പോകും. എന്റെ വീട്ടിലാരും ഉണ്ട്. എനിക്ക് ടീച്ചർ പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ പാട്ടും പാടലും ഉണ്ട്, കളിക്കലും ഉണ്ട്, പിന്നെ കുട്ടികൾ അപ്പം ബോളുണ്ട്, പിന്നെ പാലും ഊറ്റും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അംഗനവാടിന് പോവാന്ന് ചാച്ചാ. നമസ്കാരം, ഞാൻ വടക്കേക്കുളമ്പ് അംഗനവാടിയിൽ പഠിക്കുന്ന റിക്വയറയുടെ അമ്മയാണ്. നിങ്ങളിപ്പോ കണ്ടില്ലേ ഒരു വീഡിയോ? ശരിക്കും വീട്ടിലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾ മോളെ വിളിക്കുമ്പോൾ കേൾക്കുന്ന സ്ഥിരം കാര്യമാണ്. കാരണം അവർക്ക് കൂടുതൽ ഇഷ്ടം, അവിടെ കുറെ കുട്ടികളുണ്ട്, ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അവർ സമപ്രായക്കാരോട് കളിക്കാനും അതുപോലെ തന്നെ കൂട്ടുകൂടാനും അവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നിങ്ങളിപ്പോൾ പോകണ്ട, അംഗനവാടി പോകണ്ട എന്ന് പറഞ്ഞാലും കുട്ടിക്ക് അറിയാൻ തുടങ്ങും അംഗനവാടി പോകണം എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടികളുടെ കൂടെ കളിക്കാനും. അതുപോലെ തന്നെ ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ അതിശയിച്ചു പോകും, കുട്ടികൾ ഇതൊക്കെ പറയൂ. നമുക്ക് ഈ പ്രായത്തിൽ ചെറിയ മക്കളാണല്ലോ, 3 വയസ്സ് തൊട്ടിട്ടാണ് നമ്മൾ അംഗനവാടിയിലേക്ക് വിടുന്നത്. അപ്പോൾ അവരുടെ സംസാരം ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. അപ്പൊ കുട്ടികളുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ സംസാരം മെച്ചപ്പെടുത്താനും ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ അംഗനവാടി. അത് എൻ്റെ മോൾക്ക് നന്നായിട്ട് അതിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഴുത്തിന്റെ കാര്യത്തിലും നമ്മുടെ കൈ വഴക്കം, ഇപ്പം ഒന്നിക്കായാലും LKG UKG അങ്ങനെ പോവുകയാണെങ്കിലും ഒക്കെ കൈ വഴങ്ങണമല്ലോ കുട്ടികൾക്ക്. ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതുമ്പോൾ കൈവേദനയും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൈവഴക്കം നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ എഴുത്ത്, ഇപ്പൊ അവള് എന്ത് പറഞ്ഞാലും ABCD ആണെങ്കിലും 1 2 3 ആണെങ്കിലും അതുപോലെ തന്നെ മലയാള സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ ചോദിച്ചാൽ പറയും. എഴുതാൻ പറഞ്ഞാൽ അത്യാവശ്യം എഴുതുന്നുമുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ അംഗനവാടിയിൽ നിന്ന് വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാം. വീട്ടിൽ നിന്ന് എന്തോരം സമയം, 1 മണിക്കൂർ 2 മണിക്കൂർ അതിൽ കൂടുതൽ സമയം നമുക്ക് അവളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പൊ അവള് പെട്ടെന്ന് ഒറ്റയ്ക്ക് തന്നെ, നമ്മൾ വാരി കൊടുക്കാതെ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ അവള് പ്രാപ്തിയായിട്ടുണ്ട്. അത് അംഗനവാടി പോയതിന് ശേഷമാണ്. അതുപോലെ തന്നെ പോഷകസമൃദ്ധമായിട്ടുള്ള കുറേ ഭക്ഷണങ്ങൾ ഓരോ ദിവസവും മാറി മാറി കുട്ടികൾക്ക് മടുപ്പില്ലാത്ത തരത്തില് അവിടെ നിന്ന് ഗവൺമെന്റ് പ്രൊവൈഡ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ട് പറഞ്ഞിട്ട്, പിന്നെ താള് കറി, ഉച്ചയ്ക്ക് താള് കറി. വീട്ടിൽ തന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം കഴിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ കഷ്ണങ്ങള്, ഇലക്കറികള്, ഉപ്പേരി അതുപോലൊന്നും പറ്റിണ്ടാവില്ലല്ലോ. പക്ഷെ എന്റെ മോള് എല്ലാതും കഴിക്കും. ചക്ക, മാങ്ങ എന്ത് വേണമെങ്കിലും അവള് കഴിക്കും. കാരണം അംഗനവാടിയിൽ നിന്ന് അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇലക്കറി ആയാലും പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന താളുകറി ഒക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോഷകസമൃദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം കുറേ നേരം രായി കൊണ്ടുള്ള പായസം ഒക്കെ പല തരത്തിൽ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോഷകത്തിന്റെ കുറവ് ഉണ്ടാവില്ല. കാരണം കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ആവേശമാണല്ലോ. ആ ആവേശത്തിൽ കുട്ടികൾ അതിനെ കഴിച്ചു പോകുന്നുണ്ട്. എന്റെ മോൾക്കൊന്നും അതൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പൊ വേപ്പിന്റെ ഇല വരെ അവള് കഴിക്കുന്നുണ്ട്. മുടി കൂടുന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ കഴിക്കുന്നുണ്ട്. അപ്പൊ അംഗനവാടി പോയതിനു ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ഓരോ പരിപാടി, ജൂൺ 5-ന് ചെടി നടലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവൾ ആവേശപൂർവ്വം എന്തെങ്കിലും സ്കൂളിൽ അംഗനവാടിയിൽ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തൊക്കെയാ ചോദിച്ചാൽ അതൊക്കെ വീട്ടിൽ വന്ന് പറയുക. സംസാരം കൂടിയിട്ടുണ്ട്, അവളുടെ വാക്കുകളിൽ ഉച്ചാരണ ശുദ്ധി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറെ പ്രോഗ്രാമുകളിൽ, ഇപ്പൊ അംഗനവാടിയിൽ തന്നെ ഓരോ പ്രോഗ്രാമുകളിൽ കൂട്ടായിട്ട് ചേർന്നിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാനടക്കം അവൾ പ്രാപ്തയായിട്ടുണ്ട്. കാരണം അവർക്ക് പേടിയില്ല. അതൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കും, കുറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അംഗനവാടി പോകാനുള്ള ഒരു താല്പര്യം കൂട്ടിയിട്ടേ ഉണ്ടായിട്ട് നടക്കുന്നത്. പിന്നെ ഓഗസ്റ്റ് 15, നവംബർ 1 അങ്ങനെ കുറെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒരുമിച്ച് അംഗനവാടിയിൽ വെച്ചിട്ട് തന്നെ നടത്തുന്നുമുണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികളെ കാണുന്നും പരിചയപ്പെടുന്നും ഒക്കെ റാലി പോവുക, എല്ലാ കാര്യത്തിലും എൻ്റെ മുന്നിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതിൽ എനിക്ക് അംഗനവാടിയോടും വടക്കേക്കുളമ്പ് അംഗനവാടി ടീച്ചറോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ മക്കൾക്കും എൻ്റെ കുട്ടിയെ പോലെ നിങ്ങളെ മക്കൾക്കും ഇതേപോലെ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അംഗനവാടിയിൽ എല്ലാവരും മക്കളെ ചേർക്കുക. നന്ദി, നമസ്കാരം.